നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ഷിറിയയിൽ UDF പ്രവർത്തകന്റെ കാറിടിച്ച് നശിപ്പിച്ചതായി പരാതി. UDF പ്രവർത്തകൻ മുഹമ്മദ് അഷ്റഫിന്റെ കാറാണ് ഇന്നലെ രാത്രി ഒരു സംഘം ഇടിച്ച് നശിപ്പിച്ചത്. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ഷിറിയ സ്വദേശി മുഹമ്മദ് ഇക്ബാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണം നടത്തിയത്. കാസർഗോഡ് പട്ടാപ്പകൽ സിനിമ സ്റ്റൈലിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം. കൂടുതൽ വിവരങ്ങൾ പുറത്ത്. നോട്ടിരട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. സംഭവത്തിന് കൊട്ടേഷൻ നൽകിയത് കാസർഗോഡ് സ്വദേശിയെന്നും കണ്ടെത്തൽ. കേരള ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നടന്നു. മാണിക്കോത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. കോവിഡ് കാലത്ത് പോലീസുകാരനെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഏരിയാൽ സ്വദേശിയായ 21-കാരന് 2.5 വർഷം തടവും 50,000 രൂപ പിഴയും ശിക്ഷ. ഏരിയാൽ സ്വദേശിയും ഉള്ളിയത്തടുക്ക ബ്ലൂ മൂൺ അപ്പാർട്ട്മെന്റിൽ താമസക്കാരനുമായ ബീരാൻ അജ്മൽ അമാനെയാണ് കാസർഗോഡ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ജഡ്ജി കെ പ്രിയ ശിക്ഷിച്ചത്. മഹാത്മാഗാന്ധിയെ തിരസ്കരിക്കാനുള്ള നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നീക്കത്തെ രാജ്യത്തെ ജനത ചെറുത്തു തോൽപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിന് ശേഷം നടത്തിയ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാവണേശ്വരം കോതോളങ്കര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശം 2025 ഡിസംബർ 22 മുതൽ 25 വരെ തീയതികളിലായി നടക്കും. ഒറ്റത്തിറ കളിയാട്ടം ഡിസംബർ 28 മുതൽ 31 വരെ തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ഷിറിയയിൽ UDF പ്രവർത്തകന്റെ കാറിടിച്ച് നശിപ്പിച്ചതായി പരാതി. UDF പ്രവർത്തകൻ മുഹമ്മദ് അഷ്റഫിന്റെ കാറാണ് ഇന്നലെ രാത്രി ഒരു സംഘം ഇടിച്ച് നശിപ്പിച്ചത്. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ഷിറിയ സ്വദേശി മുഹമ്മദ് ഇക്ബാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണം നടത്തിയത്. തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്നുണ്ടായ വാക്ക് തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പരാതി. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് പട്ടാപ്പകൽ സിനിമ സ്റ്റൈലിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം. കൂടുതൽ വിവരങ്ങൾ പുറത്ത്. നോട്ടിരട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഭവത്തിൽ പിന്നിലെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. സംഭവത്തിന് കൊട്ടേഷൻ നൽകിയത് കാസർഗോഡ് സ്വദേശിയെന്നും കണ്ടെത്തൽ. മേൽപ്പറമ്പ് സ്വദേശി ഹനീഫയെ കാറിലെത്തിയ ആന്ധ്രയിൽ നിന്നുള്ള സംഘമാണ് തട്ടിക്കൊണ്ടുപോയത്. കർണാടക ഹാസനിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത്. ആന്ധ്ര സ്വദേശികളായ കാറിലെത്തിയ 5-അംഗ സംഘമാണ് പട്ടാപ്പകൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. കറുത്ത കാറിലെത്തിയ സംഘം നഗരത്തിലെ ഒരു ഹോട്ടലിന് മുന്നിൽ നിൽക്കുകയായിരുന്ന മേൽപ്പറമ്പ് സ്വദേശി ഹനീഫയെ ആളുകൾ നോക്കി നിൽക്കെയാണ് തട്ടിക്കൊണ്ടുപോയത്. സിനിമാ കഥകളിൽ മാത്രം കണ്ടുശീലിച്ച സീനുകളാണ് ബുധനാഴ്ച ഉച്ചയോടെ കാസർഗോഡ് നഗരത്തിൽ അരങ്ങേറിയത്. ഏറെ തിരക്കേറിയ ദേശീയപാതയോരത്താണ് ഈ നാടകീയ സംഭവങ്ങളെല്ലാം നടന്നത്. 150 കിലോമീറ്ററോളം പോലീസിന്റെ കണ്ണുവെട്ടിച്ച് സഞ്ചരിച്ച സംഘം കർണാടകയിലെ ഹാസനടുത്ത് സക്ലേസ്പുരയിൽ നിന്നാണ് പിടിയിലായത്. നിരോധിക്കപ്പെട്ട 2000 രൂപയുടെ നോട്ടുകൾ നൽകാമെന്ന് പറഞ്ഞ് 70 ലക്ഷത്തോളം രൂപ ഹനീഫ അടങ്ങുന്ന സംഘം കൈക്കലാക്കിയിരുന്നു. വഞ്ചിക്കപ്പെട്ടെന്ന് അറിഞ്ഞതോടെയാണ് തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതി ആസൂത്രണം ചെയ്തത്. ഇതിനായി 3 ദിവസത്തിലേറെയായി സംഘം ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ബേക്കൽ സ്വദേശിയായ ഷെരീഫ് എന്നയാളാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്നും സംശയിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളവരാണ് തട്ടിക്കൊണ്ടുപോകലിന് നേതൃത്വം നൽകിയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. സംഭവത്തിൽ പോലീസ് സ്വമേധയാണ് കേസെടുത്തത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നടന്നു. മാണിക്കോത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത്. ജില്ലയിലെ ഏക വനിതാ മെമ്പറായ ലയന അശോക് ഉദ്ഘാടനം നിർവഹിച്ചു. ഒന്നാമത് നാടായ കാസർഗോഡ് ജില്ലയിലെ
സി കൃഷ്ണൻകുട്ടി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. അജേഷ് കുമാർ MS സ്വാഗതം പറഞ്ഞു. PV രാകേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SLC പരീക്ഷാ വിജയികൾക്കുള്ള അനുമോദനം കാസർഗോഡ് ജില്ലാ ഇലക്ട്രിക്കൽ സൂപ്രണ്ട് ശ്രീജ TKയും +2 ഉന്നത വിജയികൾക്കുള്ള ഉപഹാരം മുഹമ്മദ് സയ്യിദ് MM നിർവഹിച്ചു. അജിത് കുമാർ G മുതിർന്ന നേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു. സുരേഷ് കുമാർ B ജില്ലാ അനുമോദനം നടത്തി. രതീഷ് കുമാർ VP അംഗത്വ സർട്ടിഫിക്കറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. CH സിദ്ദീഖ്, അനിൽകുമാർ T, PK ബെന്നി, സിസിൽ കുമാർ, രാംകുമാർ, രാജു കപ്പണക്കാൽ എന്നിവർ സംസാരിച്ചു. രജീഷ് MR നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കോവിഡ് കാലത്ത് പോലീസുകാരനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഏരിയാൽ സ്വദേശിയായ 21-കാരന് 2.5 വർഷം തടവും 50,000 രൂപ പിഴയും ശിക്ഷ. ഏരിയാൽ സ്വദേശിയും ഉള്ളിയത്തടുക്ക ബ്ലൂ മൂൺ അപ്പാർട്ട്മെന്റിൽ താമസക്കാരനുമായ ബീരാൻ അജ്മൽ അമാനെയാണ് കാസർഗോഡ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ജഡ്ജി K പ്രിയ ശിക്ഷിച്ചത്. പോലീസുകാരനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് 2.5 വർഷം തടവും 50,000 രൂപ പിഴയും ശിക്ഷ. എരിയാൽ സ്വദേശിയും ഉളിയത്തടുക്ക ബ്ലൂ മൂൺ അപ്പാർട്ട്മെന്റിൽ താമസക്കാരനുമായ ബീരാൻ അജ്മൽ അമാനെയാണ് കാസർഗോഡ് അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് K പ്രിയ ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 6 മാസം തടവും കൂടി അനുഭവിക്കണം. കോവിഡ് കാലത്താണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. 2020 മെയ് 5-ന് SP നഗറിൽ നടന്ന വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ ബൈക്കിടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നാണ് കേസ്. മധൂർ ഗ്രാമത്തിൽ SP നഗർ എന്ന സ്ഥലത്ത് പോലീസ് ഉദ്യോഗസ്ഥരായ അബ്ദുൽ വഹാബ്, സനൂപ് എന്നിവർ കോവിഡ് കണ്ടെയ്ൻമെന്റ് സോണിൽ ഡ്യൂട്ടി ചെയ്തു വരവെ ബീരാൻ അജ്മൽ അമാൻ ഉളിയത്തടുക്ക ഭാഗത്തു നിന്നും ഹെൽമറ്റ് ധരിക്കാതെയും മാസ്ക് ധരിക്കാതെയും മോട്ടോർ സൈക്കിൾ ഓടിച്ചു വരുന്നത് കണ്ട് പോലീസ് നിർത്തുവാൻ കൈ കാണിച്ച് സിഗ്നൽ നൽകി. എന്നാൽ പ്രതി വാഹനം നിർത്താതെ സനൂപിന്റെ ദേഹത്ത് ഓടിച്ചു കയറ്റുകയും പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തുകയും കഠിന ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ഉദ്യോഗസ്ഥനായ സനൂപ് റോഡിൽ തെറിച്ചു വീണതിൽ മർമ്മസ്ഥാനത്ത് കൊണ്ടിരുന്നുവെങ്കിൽ മരണം വരെ സംഭവിക്കുമായിരുന്നു എന്ന കാര്യത്തിന് വിദ്യാനഗർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി. അന്നത്തെ വിദ്യാനഗർ സബ് ഇൻസ്പെക്ടറായിരുന്ന UP വിപിൻ അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് വേണുഗോപാലൻ, അഡ്വക്കേറ്റ് അഞ്ജലി എന്നിവർ ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഹാത്മാഗാന്ധിയെ തിരസ്കരിക്കാനുള്ള നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നീക്കത്തെ രാജ്യത്തെ ജനത ചെറുത്തുതോൽപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിനു ശേഷം നടത്തിയ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ രാജ്യത്തെ പാവപ്പെട്ട ജനതയുടെ ഉന്നമനത്തിന് കൊണ്ടുവന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നരേന്ദ്രമോദി സർക്കാർ പുതിയ ഭേദഗതിയിലൂടെ അട്ടിമറിക്കുകയാണെന്നും രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നതിനു വേണ്ടി സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ ദീർഘവീക്ഷണ മനോഭാവത്തോടു കൂടി കൊണ്ടുവന്ന പദ്ധതിയെ ഫണ്ടുകൾ വെട്ടിക്കുറച്ചും സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധിക ബാധ്യത ഉണ്ടാക്കിയും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ ഉന്മൂലനം ചെയ്യാനുള്ള ആസൂത്രിത നീക്കമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത് എന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിന് ശേഷം നടത്തിയ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ അക്കൗണ്ടിലേക്കും പണം വരികയും അങ്ങനെ പാവപ്പെട്ട തൊഴിലാളികളുടെ ആ പാവപ്പെട്ട യാതന അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് കേന്ദ്ര സർക്കാർ അതിനെ അട്ടിമറിക്കുകയാണ്. KPCC ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിൽ, നേതാക്കളായ രമേശൻ കരുവാച്ചേരി, BP പ്രദീപ് കുമാർ, MC പ്രഭാകരൻ, PV സുരേഷ്, KP പ്രകാശൻ, മാമുനി വിജയൻ, മടിയൻ ഉണ്ണികൃഷ്ണൻ, മധുസൂദനൻ ബാലൂർ, KV ഭക്തവത്സലൻ, കാർത്തികേയൻ പെരിയ, PC സുരേന്ദ്രൻ നായർ, KK ബാബു, P രാമചന്ദ്രൻ, MV ഉദ്ദേശ് കുമാർ, വിമല കുഞ്ഞികൃഷ്ണൻ, PV ചന്ദ്രശേഖരൻ, CV ഭാവനൻ, ഏറുവാട്ട് മോഹനൻ, MP മനോഹരൻ, DM സുകുമാരൻ, മനോജ് തോമസ്, നാരായണൻ മുണ്ടോട്ട്, V ഗോപി, M കുഞ്ഞികൃഷ്ണൻ, KP ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
രാവണേശ്വരം കോതോളങ്കര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശം 2025 ഡിസംബർ 22 മുതൽ 25 വരെ തീയതികളിലായി നടക്കും. ഒറ്റത്തിറ കളിയാട്ടം ഡിസംബർ 28 മുതൽ 31 വരെ തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവണേശ്വരം കോതോളങ്കര ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ അരവത്ത് KU പത്മനാഭതന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഡിസംബർ 21 മുതൽ 25 വരെയാണ് നവീകരണ കലശ മഹോത്സവം നടക്കുന്നത്. 28 മുതൽ 31 വരെ ഒറ്റത്തിറ കളിയാട്ട മഹോത്സവവും നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് രാവണേശ്വരം കോതോളങ്കര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ 2025 ഡിസംബർ 21 മുതൽ 25 വരെ നവീകരണ കലശവും 28 മുതൽ 31 വരെ പച്ചത്തറ കളിയാട്ട മഹോത്സവം നടത്തുകയാണ്. 3 വർഷത്തെ ഒരിക്കലാണ് പച്ചത്തറ കളിയാട്ട മഹോത്സവം. അത് നമ്മുടെ ഈ നവീകരണ കലശത്തോടനുബന്ധിച്ച് തന്നെ നമുക്ക് ജയിച്ചു കിട്ടുകയുണ്ടായി. 3 വർഷം കഴിയുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചിട്ട് തന്നെ രണ്ടു പരിപാടി ഒന്നിച്ചിട്ട് തന്നെ ചെയ്തു. അതിൽ 2 ദിവസം ഗ്യാപ്പുണ്ട്, 26, 27. നമ്മുടെ പരിപാടി തുടങ്ങുന്ന 21-ന് കടവറയോട് കൂടിയിട്ടാണ്. 22-ന് സാംസ്കാരിക സമ്മേളനം വൈകുന്നേരമുണ്ട്. അതിന്റെ വിശദവിവരങ്ങൾ ആ നോട്ടീസിലും കുറിപ്പിലുണ്ട്, പത്രക്കുറിപ്പിലുണ്ട്. 21-ന് രാവിലെ 10 മണിക്ക് കലവറ ഘോഷയാത്ര, തുടർന്ന് തണ്ണീലാമൃത. 22-ന് വൈകിട്ട് 5 മണിക്ക് ആചാര്യ വരവേൽപ്പ്. 6-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ N കേളു നമ്പ്യാർ അധ്യക്ഷത വഹിക്കും. 23-ന് രാവിലെ 6:30-ന് നട തുറക്കൽ, പൂജാതി കർമ്മങ്ങൾ, തുടർന്ന് 108 തേങ്ങയുടെ മഹാഗണപതി ഹോമം. വൈകിട്ട് 3 മണിക്ക് പൂരക്കളി സെമിനാർ. കേരള പൂരക്കളി അസോസിയേഷൻ ചെയർമാൻ TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. ശിവശങ്കര പണിക്കർ അധ്യക്ഷനാവും. കേരള പൂരക്കളി അക്കാദമി ചെയർമാൻ K കുഞ്ഞിരാമൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. 24-ന് രാവിലെ മുതൽ പൂജാതി കർമ്മങ്ങൾ. 25-ന് രാവിലെ മുതൽ നവീകരണ കലശ പൂജാതി കർമ്മങ്ങൾ. 28-ന് വൈകിട്ട് 5 മണിക്ക് വിളക്കുപൂജ. 6:30-ന് ഒറ്റത്തിറ കളിയാട്ടത്തിന് തുടക്കം കുറിച്ച് ദീപവും തിരിയും എഴുന്നള്ളത്ത്. 6:30-ന് കോതോളങ്കര ഭജന സമിതിയുടെ ഭജന, തുടർന്ന് തെയ്യം കൂടൽ. 29-ന് രാവിലെ 10 മണിക്ക് അടുക്കത്ത് ചാമുണ്ടി അമ്മയുടെ പുറപ്പാട്. ഉച്ചയ്ക്ക് 12 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട്. 3-ന് മുളവന്നൂർ ഭഗവതിയുടെ പുറപ്പാട്. രാത്രി 7 മണിക്ക് തിടങ്ങൽ, തുടർന്ന് രക്തജാതൻ, മുളവന്നൂർ ഭഗവതി, മൂവാളംകുഴി ചാമുണ്ടി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങളുടെ തോറ്റവും എഴുന്നള്ളത്തും. 30-ന് രാവിലെ 10 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട്. ഉച്ചയ്ക്ക് 12:30-ന് മൂവാളംകുഴി ചാമുണ്ടി അമ്മയുടെ പുറപ്പാട്. വൈകിട്ട് 3 മണിക്ക് മുളവന്നൂർ ഭഗവതിയുടെ പുറപ്പാട്. രാത്രി 7 മണിക്ക് തിടങ്ങൽ. രാത്രി 8 മണിക്ക് രക്തജാതൻ, മുളവന്നൂർ ഭഗവതി, വിഷ്ണുമൂർത്തി, അടുക്കത്ത് ചാമുണ്ടി എന്നീ തെയ്യങ്ങളുടെ തോറ്റവും എഴുന്നള്ളത്തും. തുടർന്ന് മാതൃസമിതിയുടെ ഫ്യൂഷൻ ഡാൻസ്. 11 മണിക്ക് അഞ്ചണങ്ങും ഭൂതം. തുടർന്ന് കാലിക്കറ്റ് മില്ലേനിയം സ്റ്റാർസ് അവതരിപ്പിക്കുന്ന ഗാനമേള. 31-ന് രാവിലെ 10 മണിക്ക് അടുക്കത്ത് ചാമുണ്ടിയമ്മയുടെ പുറപ്പാട്. ഉച്ചയ്ക്ക് 12 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട്. 3-ന് മുളവന്നൂർ ഭഗവതിയുടെ തിരുമുടി നിവരൽ. 4-ന് ഗുളികൻ, തുടർന്ന് വിളക്കിലരി. 6:30-ന് ക്ഷേത്രത്തിലേക്കുള്ള തിരിച്ചെഴുന്നള്ളത്തോടുകൂടി കളിയാട്ട സമാപനം. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ N കുഞ്ഞിക്കേളു നമ്പ്യാർ, ജനറൽ കൺവീനർ VV ഗോവിന്ദൻ, ക്ഷേത്രം പ്രസിഡന്റ് N അശോകൻ നമ്പ്യാർ, ക്ഷേത്രം സെക്രട്ടറി അനീഷ് ദീപം, ആഘോഷ കമ്മിറ്റി ട്രഷറർ പ്രവീൺ കുമാർ KV, വർക്കിംഗ് കമ്മിറ്റി ചെയർമാൻ തമ്പാൻ മക്കാക്കോട്ട് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷനിൽ വിജയിച്ച M മനുവിനെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരെയും ആനയിച്ച് LDF തൃക്കരിപ്പൂർ വിജയാഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുസമ്മേളനം മുൻ MLAയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയും SDPIയും ചേർന്നാണ് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ UDF താൽക്കാലിക വിജയം നേടിക്കൊടുത്തതെന്ന് KP സതീഷ് ചന്ദ്രൻ ആരോപിച്ചു. പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങളിൽ ചില പ്രദേശങ്ങളിൽ നല്ല സ്വാധീനമുണ്ട്.
കാസർഗോഡിന്റെ വടക്കൻ മേഖലയിൽ കാസർഗോഡിലെ പ്രദേശങ്ങളിൽ പോലും മുസ്ലിം ജനവിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അണിനിരത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളുണ്ട്. അതിലൊന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വ്യാഖ്യാന പ്രവർത്തന സംഘടനയായ വെൽഫെയർ പാർട്ടി SDPയും ജമാഅത്തെ ഇസ്ലാമിയും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം യുഡിഎഫിനെ സഹായിച്ചു. ചടങ്ങിൽ RJD ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ VPP മുസ്തഫ, RJD സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ, PV തമ്പാൻ, C ബാലൻ, AGC ബഷീർ, P ഹരീഷ് എന്നിവർ സംസാരിച്ചു. ബീരിച്ചേരിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് LDF പ്രവർത്തകർ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. മടിക്കൈ കാഞ്ഞിരപ്പൊയിൽ വെണ്ണൂർ വിഷ്ണുമൂർത്തി കാവിൽ ബ്രാണ്ടക്കുണ്ടിൽ ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് 2 ദിവസങ്ങളിലായി നടന്ന കളിയാട്ട മഹോത്സവം സമാപിച്ചു. തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. മടിക്കൈ കാഞ്ഞിരപ്പൊയിൽ വെണ്ണന്നൂർ വിഷ്ണുമൂർത്തി കാവിൽ ബ്രാട്ടക്കുണ്ടിൽ ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് 2 ദിവസങ്ങളിലായി നടന്ന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. ആലമ്പാടിയിലെത്ത പത്മനാഭ പട്ടേരിയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം നടന്നു. തുടർന്ന് കാഴ്ച സമർപ്പണവും നടന്നു. കാലച്ചാൻ തെയ്യത്തിന്റെ പുറപ്പാട് ദർശിക്കാൻ നിരവധി ആളുകളാണ് എത്തിയത്. കലാപരിപാടികളും അരങ്ങേറി. തുടർന്നുള്ള ദിവസം ചാമുണ്ടിയമ്മയുടെ പുറപ്പാട്, തുടർന്ന് വിഷ്ണുമൂർത്തിയുടെയും കാവിൽ ചാമുണ്ടിയമ്മയും കാട്ടുമൂർത്തിയും മുഖാമുഖം കാണൽ ചടങ്ങും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. നിരവധി ഭക്തരാണ് ദേവസ്ഥാന സന്നിധിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പൊയിൽ. സത്സംഗം മാവുങ്കാൽ രാമനഗരം ശ്രീരാമക്ഷേത്രത്തിൽ നടത്തിവരുന്ന ശ്രീമദ് ഭാഗവത വിചാര സത്രത്തിന്റെ പ്രതിമാസ പരിപാടികൾക്ക് തുടക്കമായി. ബ്രഹ്മശ്രീ ഇടമന ശ്രീധരൻ നമ്പൂതിരി ദീപപ്രജ്വലനം നടത്തി. സത്സംഗം കാഞ്ഞങ്ങാടിന്റെ ഉപസമിതിയായ സത്സംഗം മാവുങ്കാലിന്റെ നേതൃത്വത്തിൽ പ്രതിമാസ പരിപാടികളുടെ ഭാഗമായി ശ്രീമദ് ഭാഗവത വിചാര സത്രം നടത്തി. മാവുങ്കാൽ ശ്രീരാമക്ഷേത്രത്തിൽ നടന്ന പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ബ്രഹ്മശ്രീ ഇടമന ശ്രീധരൻ നമ്പൂതിരി ദീപപ്രജ്വലനം നടത്തി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് സത്സംഗം കുടുംബാംഗങ്ങൾ ഭാഗവത പാരായണം നടത്തി. ജ്യോതിഷ പണ്ഡിതനും മദ്രാസ് സംസ്കൃത കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പലുമായ ഡോക്ടർ TP രാധാകൃഷ്ണൻ നമ്പൂതിരി ആത്മീയ പ്രഭാഷണം നടത്തി. കൊട്ടോടി നാരായണൻ, ഹരിഹരൻ നമ്പ്യാർ എന്നിവർ ചേർന്ന് മുഖ്യപ്രഭാഷകന് പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. PP രാധിക, സുമാ രാഘവൻ, രുക്മിണി ദാമോദരൻ, S ശീല, ഊർമിള സുരേഷ്, സുധാകരൻ പുറംകര എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മാധവൻ നായർ മുണ്ടമാണി സ്വാഗതവും ചന്ദ്രശേഖരൻ നീലേശ്വരം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മാവുങ്കാൽ. സഞ്ജീവിനി ഹോസ്പിറ്റലിൽ ECHS എംപാനൽമെന്റ് സംവിധാനം ഒരുങ്ങി. ബ്രിഗേഡിയർ TC എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. സഞ്ജീവനി ഹോസ്പിറ്റലിൽ ECHS എംപാനൽമെന്റ് സംവിധാനം ഒരുങ്ങി. ബ്രിഗേഡിയർ TC എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു. എപ്പോൾ എന്നെ കണ്ടാലും സാറേ എന്തായി
സിംസിന്റെ കാര്യം എന്തായി? ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നാരായണേട്ടനെ ഉറപ്പിക്കാറുണ്ട്. ഞാൻ അന്ന് പറയുമായിരുന്നു, ഹോസ്പിറ്റലിന്റെ സൈഡിൽ നിന്ന് അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടത്, നമ്മൾ അതിനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ അത്രയുമുള്ളൂ. എന്നിരുന്നാലും എല്ലാ കടമ്പകളും കഴിഞ്ഞ് ഇന്ന് ഡെപ്പാനിലായിരിക്കുന്നു. നമ്മുടെ എക്സ്-സർവീസ്മെന് ECHS പോളിക്ലിനിക്കിൽ നേരെ നടന്ന് ഇങ്ങോട്ട് വരാൻ പറ്റിയ ഒരു എംപാനൽ ഹോസ്പിറ്റലായി. ഈ ഹോസ്പിറ്റലിൽ അതിൻ്റെ പ്രൊമോട്ടർ പറഞ്ഞതുപോലെ കുറച്ച് വളരെയധികം ഷോർട്ട് കമ്മിങ്സ് ഉണ്ടായിരിക്കാം. പക്ഷേ അതിനെയെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് മുമ്പോട്ട് അവർ പോകും എന്ന വിശ്വാസമുണ്ട്. നാരായണൻ കുളങ്ങര അധ്യക്ഷത വഹിച്ചു. ബ്രിഗേഡിയർ KN പ്രഭാകരൻ നായർ, നാരായണൻ നായർ, കേണൽ ദാമോദരൻ നായർ, കേണൽ കമലാക്ഷൻ, ഡോക്ടർ MR നമ്പ്യാർ, ഡോക്ടർ സിറിയക് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കോട്ടച്ചേരി കുന്നുമ്മൽ ശ്രീ വിഷ്ണുമൂർത്തി കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള സമ്മാന പദ്ധതി നറുക്കെടുപ്പ് നടന്നു. സമ്മാനങ്ങളും വിതരണം ചെയ്തു. കോട്ടച്ചേരി കുന്നുമ്മൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ ഡിസംബർ 11 മുതൽ 16 വരെ തീയതികളിലായി നടന്ന കളിയാട്ട ഉത്സവത്തിന്റെ നിധി ശേഖരണത്തിന്റെ ഭാഗമായി നടത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാന വിതരണം നടന്നു. 6 ബമ്പർ സമ്മാനങ്ങളും 26 പ്രോത്സാഹന സമ്മാനങ്ങളും അടങ്ങിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പാണ് കഴിഞ്ഞ ദിവസം ക്ഷേത്ര തിരുമുറ്റത്ത് നടന്നത്. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ, ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങി നിരവധി ആളുകൾ നറുക്കെടുപ്പിൽ പങ്കെടുത്തു. തുടർന്ന് കൂപ്പൺ ഹാജരാക്കിയവർക്കുള്ള സമ്മാന വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ കരക്കക്കുണ്ട് ആൽത്തറക്കാൽ ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ സ്വാമി അയ്യപ്പന്മാരുടെ മഹാഭജന നടത്തി. 500ഓളം ഭക്തർ ഭജനയിൽ പങ്കെടുത്തു. പുല്ലൂർ കരക്കക്കുണ്ട് ആൽത്തറക്കാൽ ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ സ്വാമി അയ്യപ്പന്മാരുടെ മഹാഭജന നടത്തി. പുല്ലൂർ കരക്കക്കുണ്ട്, പൊള്ളക്കട, ഉദയനഗർ, എടമുണ്ട, തടത്തിൽ എന്നീ പ്രദേശങ്ങളിൽ നിന്നായി 500ഓളം സ്വാമി ഭക്തർ ഭജനയിൽ പങ്കെടുത്തു. പക്കമേളങ്ങളുടെ അകമ്പടിയോടെ സ്വാമിമാരായ ഗായക സംഘം അവതരിപ്പിച്ച ഭജന ഭക്തജനങ്ങൾക്ക് നവ്യാനുഭവം പകർന്നു. രണ്ട് മണിക്കൂറിലധികം നീണ്ടുനിന്ന ഭജനയ്ക്ക് ഗുരുസ്വാമി ഗോവിന്ദസ്വാമി, M രമേശൻ, KP ഗംഗാധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭജനയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും പ്രസാദ വിതരണം നടന്നു. മടപ്പുര കമ്മിറ്റി പ്രസിഡന്റ് KV രാഘവൻ നായർ, സെക്രട്ടറി N പ്രകാശൻ, ട്രഷറർ K ദാമോദരൻ എന്നിവർ ആവശ്യമായ സഹായ നിർദ്ദേശങ്ങൾ നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരുമ്പള വിഷ്ണുപ്പാറ ധർമ്മശാസ്ത്ര ഭജന മന്ദിരം 25ാം വാർഷികവും അയ്യപ്പൻ തിരുവിളക്കുത്സവവും 21 മുതൽ 23 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 21-ന് 9 മണിക്ക് വിഷ്ണുപ്പാറ ധർമ്മശാസ്ത്ര ഭരണസമിതിയുടെയും 10 മണിക്ക് വേണൂർ ഗോപാലകൃഷ്ണ ക്ഷേത്ര ഭജന സമിതിയുടെയും ഭജന നടക്കും. 12 മണിക്ക് മധ്യാഹ്ന പൂജയും തുടർന്ന് റാണിപുരം പെരുതടി മഹാദേവ ഭജന സംഘത്തിന്റെ ഭജനയും നടക്കും. വൈകിട്ട് മെഗാ തിരുവാതിരക്കളി നടക്കും. 7 മണിക്ക് സാംസ്കാരിക സമ്മേളനം CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്യും. E ചന്ദ്രശേഖരൻ MLA മുഖ്യാതിഥിയാകും. രാത്രി പ്രദേശത്തെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും സർഗലയം മ്യൂസിക് ആൻഡ് ഡാൻസ് നൈറ്റും സതീയം സിനിമാറ്റിക് ഡ്രാമയുമുണ്ടാകും. 22-ന് 10:30 പെരുമ്പള, വേണൂർ, ശിവപുരം പ്രദേശങ്ങളിൽ നിന്നുമുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര, 11 മുതൽ ഭജന, ഉച്ചയ്ക്ക് 2 മണിക്ക് ഉപകരണ സംഗീതം, വൈകിട്ട് 5:30 തായമ്പക എന്നിവ അരങ്ങേറും. രാത്രി 7 മണിക്ക് കാസർഗോഡ് ഓംകാര ഫ്യൂഷൻസിന്റെ ഭജന മഞ്ചരിയും TV രത്നകുമാർ അവതരിപ്പിക്കുന്ന കല്യാണ സൗഗന്ധികം ഓട്ടം തുള്ളലും നടക്കും.
രാത്രി 9 മണിക്ക് പാട്ട് ഫാമിലിയുടെ ഗാനമേള, 23-ന് രാവിലെ 7:30-ന് ധർമ്മശാസ്ത്ര സഹസ്രനാമാർച്ചന, 8:30-ന് ഹരിനാമ കീർത്തനം പാരായണം, 9 മണിക്ക് ഉഷപൂജയും തായമ്പകയും ഉടുക്കുപാട്ടും നടക്കും. 10:30-ന് അയ്യപ്പസ്വാമി സംഗമത്തിൽ ശബരിമല ക്ഷേത്ര ദർശനത്തിന്റെ വിവിധ വർഷങ്ങൾ പൂർത്തിയാകുന്ന സ്വാമിമാരെ ആദരിക്കും. ഉച്ചയ്ക്ക് ശേഷം വിവിധ സംഘങ്ങൾ ഭജന അവതരിപ്പിക്കും. രാത്രി 7 മണിക്ക് പാലക്കൊമ്പ് എഴുന്നള്ളത്ത് അണിഞ്ഞ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. രാത്രി 11:30-ന് ഉടുക്കുപാട്ടും തുടർന്ന് പാൽക്കുടം എഴുന്നള്ളത്തും ഉണ്ടാകും. പുലർച്ചെ 1:30-ന് പൊലിപ്പാട്ടും, 2 മണിക്ക് തിരിയൊഴിച്ചിൽ, 3 മണിക്ക് ആഴിയാട്ടം എന്നിവയും ഉണ്ടാകും. മന്ദിരത്തിൻ്റെ 25ാം വാർഷിക തിരുവിളക്ക് മഹോത്സവത്തോടു കൂടിയാണ് 2025 ഡിസംബർ 21, 22, 23 തീയതികളിലായി വിപുലമായ ഈ മന്ദിര മഹോത്സവം നടക്കുന്നത്. അപ്പോൾ മഹോത്സവത്തിനായി നമ്മൾ 101 അംഗ കമ്മിറ്റിയും അതുമാതിരി 18 സബ് കമ്മിറ്റികളും രൂപീകരിച്ച് പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. കാൽനൂറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ മഹോത്സവം ഇവിടെ കൊണ്ടാടുന്നത്. 2025 ഡിസംബർ 21-ന് ഞായറാഴ്ച രാവിലെ കൂട്ടപ്രാർത്ഥന, ഗണപതി ഹോമം കൂടി ആരംഭിക്കുന്നു. അന്നേ ദിവസം വൈകുന്നേരം സാംസ്കാരിക സമ്മേളനവും പ്രാദേശിക വാസികളുടെ മെഗാ തിരുവാതിരയും മറ്റു കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. 22 തിങ്കളാഴ്ച രാവിലെ പെരുമ്പള, ശിവപുരം, ബേനൂർ പ്രദേശങ്ങളിൽ നിന്ന് കലവറ ഘോഷയാത്ര ആയി വന്ന് ഉച്ചയോടുകൂടി മന്ദിരത്തിലെത്തിച്ചേരുകയും അവിടെ സംഗമിക്കുകയും ചെയ്യുന്നു. രാത്രി തൃശ്ശൂർ പാട്ട് ഫാമിലി അവതരിപ്പിക്കുന്ന ഗാനമേള നടക്കും. പി ബാലകൃഷ്ണൻ, വി സുരേഷ് മോഹൻ, വി മാധവൻ, സുനിൽ വിഷ്ണുപാറ, സുമേഷ് മോഹൻ, ഇ സൂര്യകുമാരി, ഇ അരുൺരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ഷിറിയയിൽ UDF പ്രവർത്തകന്റെ കാറിടിച്ച് നശിപ്പിച്ചതായി പരാതി. UDF പ്രവർത്തകൻ മുഹമ്മദ് അഷ്റഫിന്റെ കാറാണ് ഇന്നലെ രാത്രി ഒരു സംഘം ഇടിച്ച് നശിപ്പിച്ചത്. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ഷിറിയ സ്വദേശി മുഹമ്മദ് ഇക്ബാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണം നടത്തിയത്. കാസർഗോഡ് പട്ടാപ്പകൽ സിനിമ സ്റ്റൈലിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം. കൂടുതൽ വിവരങ്ങൾ പുറത്ത്. നോട്ടിരട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. സംഭവത്തിന് കൊട്ടേഷൻ നൽകിയത് കാസർഗോഡ് സ്വദേശിയെന്നും കണ്ടെത്തൽ. കേരള ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നടന്നു. മാണിക്കോത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. കോവിഡ് കാലത്ത് പോലീസുകാരനെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഏരിയാൽ സ്വദേശിയായ 21-കാരന് 2.5 വർഷം തടവും 50,000 രൂപ പിഴയും ശിക്ഷ. ഏരിയാൽ സ്വദേശിയും ഉള്ളിയത്തടുക്ക ബ്ലൂ മൂൺ അപ്പാർട്ട്മെന്റിൽ താമസക്കാരനുമായ ബീരാൻ അജ്മൽ അമാനെയാണ് കാസർഗോഡ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ജഡ്ജി കെ പ്രിയ ശിക്ഷിച്ചത്. മഹാത്മാഗാന്ധിയെ തിരസ്കരിക്കാനുള്ള നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നീക്കത്തെ രാജ്യത്തെ ജനത ചെറുത്തു തോൽപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിന് ശേഷം നടത്തിയ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാവണേശ്വരം കോതോളങ്കര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശം 2025 ഡിസംബർ 22 മുതൽ 25 വരെ തീയതികളിലായി നടക്കും. ഒറ്റത്തിറ കളിയാട്ടം ഡിസംബർ 28 മുതൽ 31 വരെ തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.